പ്രതിഷേധക്കാരുടെ ഭാഗം നമ്മൾ കേട്ടു. ഒപ്പം തന്നെ അഭിഭാഷക കമ്മീഷൻ പറയുന്നത് കേട്ടു. പി വി ശ്രീനിജൻ മുൻ MLA അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. യഥാർത്ഥത്തിൽ എന്താണ് ഈ മലയിടം തുരുത്തിലെ പ്രശ്നം? എന്താണ് കുടിയൊഴിപ്പിക്കലിലേക്ക് വന്നൊരു സാഹചര്യം? എന്താണ് ഇന്നിപ്പോൾ ഏത് തരത്തിലാണ് പോലീസ് ഇടപെട്ടുവെന്ന് ആളുകൾ പറയുന്നത്, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്? അതോടൊപ്പം തന്നെ അഭിഭാഷക കമ്മീഷന്റെ സംസാരത്തിൽ ഞങ്ങളത് നടത്തും, അവിടെ സ്ത്രീകളും കുട്ടികളും ഒന്നും ഉണ്ടായാൽ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, വിധി നടപ്പാക്കും, കോടതി പറഞ്ഞ് ഞങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഈ മൂന്ന് വസ്തുതകളും എന്താണ് റഫീഖ്? മഹേഷ്, ശരിക്കും ഇതൊരു 6 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു കേസാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ 3 തലമുറയായിട്ട് ഇവിടെയുള്ള 8 ദലിത് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ വീടിനുള്ളിൽ താമസിക്കുന്നുണ്ട്. ഈ വീടുകളിൽ 3 തലമുറയായിട്ട് താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്നതിൽ 3ാമത്തെയും ചില കുടുംബങ്ങളിൽ 4ാമത്തെയും തലമുറയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരാണ് ഈ സമരത്തിലേക്ക് വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ 58 വർഷം മുമ്പ് ഈ വീട്, ഈ സ്ഥലം ത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത്. ആ വ്യക്തി കൊടുത്ത കേസിൽ ബാക്കിയുള്ള 8 കുടുംബങ്ങൾ കാലക്രമേണ കക്ഷികളായി മാറുകയായിരുന്നു. അവർ എല്ലാവരും ആദ്യം സിവിൽ കോടതി മുതൽ അവസാനം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി. 4 വർഷം മുമ്പ് ഈ കേസിൽ തീരുമാനമായി. 4 വർഷം മുമ്പ് കേസിൽ തീരുമാനമായപ്പോൾ ഈ 8 കുടുംബങ്ങളെയും ഒഴിപ്പിക്കണമെന്നും ഈ പരാതിക്കാരന് ഈ ഭൂമി അളന്നു കൊടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. സുപ്രീം കോടതി തന്നെ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് 14 തവണ ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തിയിട്ടുണ്ട്. ഈ 14 പ്രാവശ്യം ഇത്തരത്തിൽ സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഭിഭാഷക കമ്മീഷൻ വരും, ഇവിടെ കോളനിയിലും ഈ ഉന്നതിയിലുള്ള ആളുകൾ പ്രതിഷേധിക്കും, അതുപോലെ തന്നെ പോലീസ് ഉണ്ടാവും. ഇവർ പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ 14 തവണയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചവരെയും ഏതാണ്ട് സമാന അവസ്ഥയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിക്കുന്നു, ജലപീരങ്കി അടക്കം ഉപയോഗിക്കുന്നു. ഇവിടെയുള്ള പുരുഷന്മാരെല്ലാം പിടിച്ചു മാറ്റുന്നു, പുരുഷന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതുപോലെ സ്ത്രീകളെല്ലാം മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അഭിഭാഷക കമ്മീഷന് കയറാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ് പോലീസ് ചെയ്തത്. അഭിഭാഷക കമ്മീഷൻ നിർബന്ധമായിട്ടും പറഞ്ഞു, തനിക്ക് എന്തായാലും ഇതിലേക്ക് കയറാൻ താൻ എന്തായാലും ഇന്ന് ഈ നടപടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടുന്ന് മടങ്ങൂ എന്നുള്ള നിലപാടിലായിരുന്നു അഭിഭാഷക കമ്മീഷൻ ഉണ്ടായിരുന്നത്. ആ നിലപാടിനൊപ്പം പോലീസ് നിലകൊണ്ടു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണയൊക്കെ ഇടത് സർക്കാരായിരുന്നു ആ പോലീസ് ഒരു രീതിയിൽ നടപടി സ്വീകരിച്ചതിലും. പക്ഷേ ഇത്തവണ UDF സർക്കാർ വന്ന് 3 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. നേരത്തെ PV ശ്രീനിജൻ ഉന്നയിച്ച ആക്ഷേപം അതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ PV ശ്രീനിജൻ വീണ്ടും തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം വെച്ചാൽ 4 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികൾക്കടക്കം പോലീസിന്റെ നടപടിയിലും പരിക്കേറ്റു കുട്ടികൾ കരയുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടാണ് നേരത്തെ. അത്തരത്തിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 വീടുകളിൽ ഒരു വീടും ഒരു വീടിന്റെ ചായ്പുമാണ് ഇപ്പോൾ വന്നിട്ട് അഭിഭാഷക കമ്മീഷന്റെ ഉള്ളിൽ കയറി അടയാളപ്പെടുത്തി പോയിട്ടുള്ളത്. അഭിഭാഷക കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയപാൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഇനിയും ഞങ്ങൾ വരും, ഇവിടെ കോടതി വിധി നടപ്പാക്കും, ഇവരെ ഒഴിപ്പിക്കുമെന്നുള്ളതാണ്. അതേസമയം ഈ ഉന്നതിവാസികളുടെ അഭിപ്രായം എന്താന്ന് പറയുന്നത്, അവർ ഒരു കാരണവശാലും ഞങ്ങൾക്കിത് വേണമെന്നോ അവരുടെ നിർബന്ധമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് പകരം സൗകര്യം സർക്കാരോ മറ്റാരെങ്കിലും ഒരുക്കുകയാണെങ്കിൽ, വീടും സ്ഥലവും തരികയാണെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. അവർ ഇത് തന്നെ വേണം ഞങ്ങൾക്ക്, ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുള്ളൂ, അങ്ങനെയുള്ള നിർബന്ധവുമൊന്നുമില്ല. അതേസമയം ഇവിടെ ഭൂമി മാഫിയയുടെ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇത് 18.25 ഏക്കറോളം സ്ഥലമുണ്ട്, അതിന്റെ 2.25 ഏക്കറിൽ മാത്രമാണ് ഈ വിധിയുള്ളത്. ബാക്കിയുള്ള ഭൂമി അടക്കം ഉപയോഗിച്ച് ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് ശ്രമം വരുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മഹേഷ്, അതോടൊപ്പം തന്നെ അവിടെ PV ശ്രീനിജൻ മുൻ MLA അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് രാഷ്ട്രീയപരമായി എന്താണ് ശ്രീനിജൻ പറയുന്നത്? അവിടുത്തെ നിലവിൽ MLA അദ്ദേഹം അങ്ങോട്ട് വന്നില്ല എന്നുള്ള കാര്യം അടക്കം പറയുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ 5 വർഷമായിട്ടും അവിടെ ഈ തരത്തിലുള്ള ഒരു നടപടിയും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അഭിഭാഷക കമ്മീഷൻ വന്ന് ഈ വിധി നടപ്പാക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണോ ശ്രീനിജൻ പറയുന്നത്? പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിൽ PV ശ്രീനിജൻ ഇവരെ കഴിഞ്ഞ 5 വർഷം ചേർത്ത് പിടിച്ചു എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്ന MLA ആണ്. അദ്ദേഹമാണ് വീണ്ടും ഇവിടെ എത്തിയത്. അതേസമയം ഇവിടുത്തെ നിയുക്ത MLA നാളെ സത്യപ്രതിജ്ഞ നിയുക്ത MLA VP സഞ്ജയ് ഇവിടെ എത്തിയില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇടത് സർക്കാരായിരുന്നപ്പോഴും ഇടത് സർക്കാരിന്റെ പോലീസിനെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് തങ്ങൾ ഇവിടെ ഒരു രീതിയിലും ഈ ഭൂമി അളക്കാനോ മറ്റൊന്നിനോ പോലീസിനെ സമ്മതിക്കാതിരുന്നത് എന്നാണ് PV ശ്രീനിജൻ പറഞ്ഞത്.
അതുപോലെ തന്നെ സജീന്ദ്രൻ എന്നുള്ളൊരു MLA ഇവിടുത്തെ വരെ തെരഞ്ഞെടുത്തു, അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ വരെ ഇവരുടെ ഇടയിലുണ്ട്. അവരെവിടെ എന്നുള്ള ചോദ്യവും കൂടി PV ശ്രീനിജൻ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ PV ശ്രീനിജൻ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമാണ്. പക്ഷേ സജീന്ദ്രൻ നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, തിരുവനന്തപുരത്താണ്. പക്ഷേ ആഭ്യന്തരമന്ത്രി വളരെ പെട്ടെന്ന് ഇടപെട്ട് പോലീസിനോട് മടങ്ങിപ്പോകണം എന്നുള്ള നിർദ്ദേശവും അവിടെ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങുന്നതും. ഇപ്പോൾ അവിടെ CPM-ന്റെ നേതാക്കൾ ആ പ്രദേശം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു വശത്ത് നമ്മൾ കാണുന്നത്. എന്തായാലും ഒരു ഏറെ പഴക്കമുള്ള ഒരു കേസാണ്. ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്, സിവിൽ കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതിയിൽ 2.25 ഏക്കർ സ്ഥലം, ഏതാണ്ട് അത്രയും സ്ഥലം അത് തിരിച്ചെടുക്കണം എന്നുള്ള അഭിഭാഷക കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നടപ്പാക്കാൻ അവരെത്തി. പക്ഷേ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പടിയിറങ്ങുക, അവർ വർഷങ്ങളോളമായി കാലാകാലങ്ങളെ അവിടെ ജീവിച്ചു വരുന്ന ആളുകളാണ്. അവർക്ക് മറ്റൊരു ആശ്രയം കൊടുക്കാതെ, മറ്റൊരിടത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കാതെ, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം അവർക്ക് ഒരുക്കാതെ അവരെ അവിടെ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം, കുടിയിറക്കാനുള്ള ഒരു ശ്രമം, അതാണ് അവിടെ മലയിടം തുരത്തിൽ അവിടെ നിന്ന് നടന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനിടെയാണ് അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പുരുഷ പോലീസുകാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നതടക്കമുള്ള പ്രദേശവാസികളുടെ ആരോപണവും വരുന്നത്. നേരത്തെ നമ്മൾ അവിടെ ഒരു പ്രദേശവാസിയുടെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അവിടുത്തെ അഭിഭാഷക കമ്മീഷൻ അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമ, പണം വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആരോപണം അവിടെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇപ്പോഴും മലയിടം തുരത്തിൽ പ്രശ്നങ്ങൾ പൂർണ്ണതോതിൽ അവസാനിച്ച ഒരു സാഹചര്യമില്ല. പോലീസ് മടങ്ങിപ്പോയിട്ടുണ്ട്. നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ അവിടെ വന്ന് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊരു വശത്ത് കാണുന്നുണ്ട്. എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളത് അറിയേണ്ടതും കൂടിയുണ്ട്.